മന്ത്രി മാറ്റവുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻ ധാരണ നടപ്പാക്കാത്തതിൽ തോമസ് കെ തോമസിന് കടുത്ത അതൃപ്തിയുണ്ട്. പാർട്ടി നിർദ്ദേശം AK ശശീന്ദ്രൻ പാലിക്കാത്തതിൽ ശരത് പവാറിനോട് PC ചാക്കോ അതൃപ്തി അറിയിക്കുകയും ചെയ്തു. അതേസമയം തോമസ് കെ തോമസിനൊപ്പം പ്രകാശ് കാരാട്ടും ശരത് പവാറിന്റെ വസതിയിലെത്തി ചർച്ച നടത്തുകയാണിപ്പോൾ. മുൻ ധാരണ ഉണ്ടായിരുന്നല്ലോ എന്ന് തോമസ് കെ തോമസ് ഇന്ന് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അവിടെ വളരെ ക്ലിയറായിട്ട് നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, അഖിലേന്ത്യാ നേതൃത്വമായിട്ട് സംസാരിച്ചൊരു കാര്യം തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം വന്നിരിക്കുന്നത് പവാർജിയെ കാണാനാണ്. അതിന് പവാർജി എന്താ തീരുമാനം എടുക്കുന്നുള്ള അറിയട്ടെ. അത് അവരുടെ നേതൃത്വവുമായിട്ട് സംസാരിക്കുന്നുണ്ട്. CPM നേതൃത്വത്തെ കാണുന്നുണ്ട്, ഇവിടെ കാരാട്ടിനെ കാണുന്നുണ്ട്, പ്രകാശ് കാരാട്ടിനെ കാണുന്നുണ്ട്. അല്ല, പവാർജി നമ്മളോട്ട് ഒരു കണക്ഷനും ഇല്ല. അത്രേ ഉള്ളൂ അല്ലേ? വേറൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ കഴിഞ്ഞു വന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, സംസ്ഥാനത്തെ നേതാക്കളൊക്കെ അവിടെയുണ്ട്. ഇപ്പോൾ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്കൊടുവിലെങ്കിലും ഒരു തീരുമാനം, അതായത് തോമസ് കെ തോമസ് മന്ത്രിയാകുമോ എന്ന് അറിയാൻ കഴിയുമോ? അർജുൻ, കേൾക്കാമോ? ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും പ്രകാശ് കാരാട്ട് ഈ ചർച്ച കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് മടങ്ങി പോവുകയാണ്. എന്തായാലും ചർച്ച അകത്ത് NCP നേതാക്കളുടെ ചർച്ച എന്തായാലും അകത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും തോമസ് കെ തോമസും അതുപോലെ തന്നെ PC ചാക്കോയും ഒപ്പം ശരത് പവാറിന്റെ വസതിക്കകത്ത് ഇപ്പോഴും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ ധാരണയെ സംബന്ധിച്ച് തീരുമാനമോ പ്രഖ്യാപനമോ ഇന്ന് ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തമായിട്ടില്ല. പ്രത്യേകിച്ചും ഈ നേതാക്കൾക്ക് പറയാനുള്ളത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുക എന്നുള്ള കാര്യമാണ്. പ്രധാനമായിട്ടും ഈ മുന്നണി ധാരണയിൽ ഉണ്ടാകുന്നത് മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ പാർട്ടിക്ക് തീരുമാനമെടുക്കാം. പക്ഷേ അത് തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് PC ചാക്കോയ്ക്കുമുള്ളത്, അതുപോലെ തന്നെ തോമസ് കെ തോമസിനുമുള്ളത്. ഈ കാര്യം ശരത് പവാറിനെ അറിയിച്ചിരിക്കുന്നു. കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു, ആ കാര്യം അറിയിച്ചിരിക്കുന്നു. ഈ കൂടിക്കാഴ്ചയിൽ തന്നെ പങ്കെടുക്കാനാണ് അല്പം മുൻപ് ഒരു 15 മിനിറ്റ് മുൻപ് ഇവിടേക്ക് ശരത് പവാറിന്റെ വസതിയിലേക്ക് പ്രകാശ് കാരാട്ടും എത്തിയത്. ആ ചർച്ച ഇപ്പോൾ 2 തവണ മാതൃഭൂമി ന്യൂസുമായി തോമസ് കെ തോമസ് സംസാരിച്ചു. അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ കാര്യം ധാരണ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യമാണ്.